കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം വക്രതുണ്ഡം മഹാകായ സൂര്യകോടി സമപ്രഭാം. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അത്ഭുതങ്ങളും ഭഗവാനെക്കുറിച്ചുള്ള അറിവുകൾ മറ്റ് ഭക്തർക്ക് കൂടി ഷെയർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നത്. കാരണം ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ ഭഗവാന്റെ ആശ്രിതരായിട്ടുള്ള ഭക്തരെ പരസ്പരം പരിചയപ്പെടുത്തുക എന്നത് കൂടിയാണ്. പിന്നെ സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ആശ്രമം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരവും കൂടിയാണ്. ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ ഭഗവാൻ യോഗസമാധിയിലേക്ക്, അതായത് ജീവസമാധിയിലേക്ക് പ്രവേശിക്കുന്നത് വരെ നമുക്കൊന്നും ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം ഭഗവാൻ അതിനെ അനുവദിച്ചിട്ടില്ല. ഭഗവാൻ പ്രശസ്തിയോ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ലായിരുന്നു. സാക്ഷാൽ ഈശ്വരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും ഇഷ്ടമില്ല. ഇതൊക്കെ നമ്മളെപ്പോലെയുള്ള അജ്ഞാനികൾക്കാണ് ഈ പേരും പ്രശസ്തിയൊക്കെ വരണം. പക്ഷേ ഇനിയും ഭഗവാനെക്കുറിച്ച് പുറംലോകത്ത് ആരെയും അറിയിക്കാതെ പോണത് ഉചിതമല്ല എന്ന് കണ്ടിട്ടാണ് ഈ ചാനൽ ഭഗവാന്റെ പാതാരവിങ്കണിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാനിട വന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്ന ആൾ പ്രഭാകരൻ നായർ, മണ്ഡപത്തിൻ കടവ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം പാട്ടുകാരനാണ്. അതുപോലെ അതിനെല്ലാം ഉപരി, പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാം, സംഗീതജ്ഞന് ഉപരി അദ്ദേഹമാണ് ഭഗവാനെക്കുറിച്ചുള്ള ഒരു CD, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായിട്ട് പ്രകാശനം ചെയ്ത ആൾ, ആദ്യമായിട്ട് ഇറക്കിയ ആൾ. ഭഗവാന്റെ CD ഇറക്കിയ, ഭഗവാനെക്കുറിച്ച് ഒരു CD പുറത്തിറക്കിയ ആളും കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ 30 വർഷത്തോളം കാലയളവുമായി ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ആ ആളാണ് നമുക്കിന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ഭഗവാന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ചേട്ടാ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഭക്തരെ അങ്ങനെ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. എല്ലാവരും ഭഗവാൻ ചെയ്ത നല്ല കാര്യങ്ങൾ ഒക്കെ പറ്റി ഇങ്ങനെ പറയാനുണ്ട്. അപ്പം എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, അവിടെ എത്തിപ്പെടാൻ ഉള്ള ഒരു അവസരം ഉണ്ടായതാണ്. അതായത് ഞാൻ മ്യൂസിക് കോളേജിൽ 1982-83 കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ആശ്രമത്തിൽ ഒരു ഭജനയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ ഭജനയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നപ്പോൾ അന്ന് പ്രൊഫഷണൽ നാടകത്തിൽ പാടുന്നുണ്ട്, ബാലയിൽ പാടുന്നുണ്ട്, സിറ്റിയിൽ.
അപ്പോൾ ഈ പ്രോഗ്രാംസിനെന്ന് പറഞ്ഞാൽ ഒരു പാട്ടുകാരൻ എത്തിയില്ലെങ്കിൽ പകരത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പോഴും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല നാടകം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അതെ, അതാണ്. അപ്പോൾ അന്ന് എനിക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അനിയനെയും വേറെ ആ ഒരു സ്കൂളിലൊരു സാറുണ്ടായിരുന്നു, അതൊരു പാടുന്നയാളാണ്. ഞങ്ങൾ ഒരുമിച്ച് കച്ചേരിയൊക്കെ പാടിയിട്ടുണ്ട്. കാഞ്ഞിരം കുളത്തെ ഉള്ള ഒരു സാറാണ്. സാറിൻ്റെ പേര് ഓർക്കുന്നില്ല. സാറിനെയും അനിയനും കൂടെ പറഞ്ഞു വിട്ടു. അവിടെ പോയി അവിടെ പ്രോഗ്രാമൊക്കെ നടത്തി വന്നു. പക്ഷെ ആ പ്രോഗ്രാം കണ്ട ഈ നമ്മൾ ഉദ്ദേശിച്ച അത്രയും ഒരു വിജയം കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഒന്നാമത് ചിന്താലേശനെ പറ്റി പറഞ്ഞ് ഉള്ളിലൊരു ഭയവും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് പോയി കണ്ടിട്ട് അത് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു അവസരം കിട്ടില്ല. കാരണം ഞാൻ അതുവരെ ആശ്രമത്തിൽ പോയിട്ടില്ല. നമ്മുടെ ആമച്ചിലുള്ള ഒരു സുധാകരൻ എന്ന് പറഞ്ഞ ഒരു അവിടുത്തെ ആണ് എന്നെ ഇങ്ങനെ വന്ന് പറഞ്ഞതും ഒക്കെ. പിന്നെ അതിനുശേഷം എനിക്ക് അങ്ങോട്ട് ആശ്രമത്തിൽ പോകാൻ വേണ്ടി ഞാൻ എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. പോകണമെന്നിങ്ങനെ മനസ്സിലുണ്ട്. കള്ളിക്കാട് വരെ ഞാൻ വൈകുന്നേരം നമ്മൾ അവിടെ നിന്ന് ഒരു ബസ്സുണ്ട്, നേർഡ ബസ്സുണ്ട്, ഒരു 3:30. അതിൽ കയറി പല പ്രാവശ്യം ഞാൻ കള്ളിക്കാട്ട് ഇറങ്ങിയിട്ടുണ്ട്. കള്ളിക്കാട്ട് ഇറങ്ങിയിട്ട് നടന്ന് ചിന്താലത്തോട്ട് പോകണ ആ ജംഗ്ഷൻ വരെ എന്നിട്ട് തിരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ കുറേ കാലം 2-4 വർഷം ഇതിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം ഞാൻ പോകാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല എന്നുള്ളതാണ്. ഒടുക്കം ഒരു ദിവസം ഇതുപോലെ ഒരു നവംബർ മാസത്തിലാണ് ഈ സബ് ജില്ലാ മത്സരങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ ഈ ക്ലാസിക്കൽ ശാസ്ത്രീയ നൃത്തങ്ങൾക്കൊക്കെ പാടാൻ ഡാൻസിനൊക്കെ പോകുമായിരുന്നു, ഫോക്ക് ഡാൻസിന് എല്ലാത്തിനും പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ സബ് ജില്ല നടക്കുമ്പോൾ പാറശാല സബ് ജില്ലയിൽ എനിക്കൊരു 10-12 സ്കൂളിൽ ഞാൻ പാടുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് ബൈക്കില്ല, സമയത്ത് ബസ്സില്ല. അതുകൊണ്ട് രാവിലെ കുളിച്ച് റെഡിയായി ഒരു 6-7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ റെഡിയായി നീന്നപ്പോൾ അപ്പോഴും ആശ്രമത്തിൽ നിന്ന് ആരോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവിടെ ആശ്രമത്തിൽ അനുഷ്ഠിക്കുന്ന അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അവിടെ ചെന്നത് ഈ പ്രോഗ്രാമിനാണ്. അപ്പോൾ അപ്പോഴും തന്നെ ഞാൻ പോയി. അപ്പോഴും പിന്നെ അന്നിപ്പോൾ രാവിലെ നമ്മൾ ആ ബസ്സിലൊക്കെ കയറി പോയില്ലെങ്കിൽ സമയത്ത് 9-9:30 എത്തുകയില്ല. ബസ് നല്ല ബസ്സില്ലല്ലോ അന്ന് പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. 35 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൊടുക്കാൻ ഞാൻ അപ്പോഴും എന്നെ അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ച് നേരെ ആശ്രമത്തിൽ വന്നു. ആശ്രമത്തിൽ എനിക്കൊന്ന് അവിടെ എത്തിപ്പറ്റിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. ആശ്രമത്തിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ, അപ്പോൾ മാധവൻകുട്ടി സാറാണ് അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു. സാർ പറഞ്ഞു ഒരു പ്രോഗ്രാം നടത്തണം, ഭക്തിഗാനമേളയാണ്. അപ്പോഴും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചാൽ എത്ര വേണം നിൻ്റെ റേറ്റ്? ഞാൻ പറഞ്ഞു ഞാൻ ഒരു പരിപാടി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യാം പറഞ്ഞു. ഇവിടെ വേറെ ആരെയും ഓശാരമൊന്നും ഇവിടെ ആവശ്യമില്ല, എത്ര രൂപയെന്ന് പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ തരും, അല്ല ആരെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് ഇവിടെ ഒന്നും ചെയ്യിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയിരുന്നു. അതെ. ഞാൻ പറഞ്ഞു എനിക്ക് 1 രൂപ എന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഇത് വാങ്ങിക്കണമെന്നുള്ളതല്ലേ ഉള്ളൂ, 1 രൂപ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല എന്ന് സാർ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു, സാറേ എനിക്ക് 1 രൂപ മതി, നടത്താൻ പറ്റും, ഞാൻ നടത്തിക്കോളാം എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്നാലും സമ്മതിച്ചില്ല, നല്ല നിർബന്ധം പൈസ പറയാൻ വേണ്ടി. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കൊന്ന് അവിടെ എത്തിപ്പറ്റാനുള്ളൊരവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ശരി എന്നാൽ നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഡേറ്റ് ഒരു മണ്ഡല പൂജയാണെന്ന് മകരവിളക്കം എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ റെഡിയായി അവിടെ വന്നു. അപ്പം ഞാൻ അതുവരെ സമയം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു സ്വാമി ഒന്ന് കാണണമെന്ന്. അപ്പോൾ അകത്തെ ആശ്രമത്തിലായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് തന്നെ പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാ എന്ത് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പാടാൻ അദ്ദേഹത്തിന് അറിയാമല്ലോ. ശരി പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പോയി പാടി, നല്ല പരിപാടിയായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു നമ്മുടെ മുരളിപ്പണിക്കര മോള് മഞ്ജുവിൻ്റെ കല്യാണം. അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ പറഞ്ഞു അപ്പം നാളെ ഈ പരിപാടിക്കും കൂടെ ഒന്ന് രാവിലെ കല്യാണ സമയത്തും കൂടെ ഒന്ന് പാടിയിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പറ്റിയത്. അതിനുശേഷം പിന്നെ എനിക്ക് അവിടെ എത്തിപ്പറ്റിയല്ലോ. പിന്നെ കിട്ടുന്ന സമയത്ത് അത്രയും ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നു, ആഴ്ചയിലൊരിക്കലൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സ്വാമിയായിട്ട് നല്ലൊരു ബന്ധമായി. ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവിടെ ഒരേ സ്ഥാനമല്ലേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല, ആർക്കുമില്ല. അങ്ങനെ അവിടെ എത്തിയത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തു. പിന്നെ അങ്ങോട്ട് ഇത്രയും വർഷം അവിടുത്തെ ഒരാളായിട്ട് തന്നെ ഉള്ള എല്ലാ കാര്യങ്ങളും ആശ്രമമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊരു കാര്യങ്ങളുണ്ടെങ്കിലും ആശ്രമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭഗവാന്റെ CD ഇറക്കാനുള്ള സാഹചര്യം. CD ഇറക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞത് നമ്മളെ വേണു
കീഴ്വാണ്ട വേണു കീഴ്വാണ്ട. പാട്ട് എഴുതുന്ന ആൾ. അതെ. വേണു ഒരിക്കൽ ഒരു നാടകത്തിന് ഒരു പാട്ട് എഴുതി അവിടെ വന്ന് ഇങ്ങനെ ഞാൻ പാട്ട് ട്യൂൺ ചെയ്ത് കൊടുത്തു. അപ്പം മുതൽ വേണുമായിട്ട് നല്ല കമ്പനി. ഇതിന് മുമ്പാണ് നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ്. അപ്പോൾ പിന്നെ വേണു ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും വീട്ടിൽ വരും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ വേണു വരുമ്പോൾ ഒക്കെ ഓരോ പാട്ടും കൊണ്ടാണ് വരുന്നത്. വേണുവിനും അങ്ങനെ ഒരു കഴിവുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് എഴുതാൻ എന്തെങ്കിലും എഴുതിക്കൊണ്ട് അങ്ങനെ ഇവൻ വരുമ്പോൾ ആദ്യമായിട്ട് അതിനു മുമ്പ് ഈ ആശ്രമത്തിലെ ആ പരിപാടിക്ക് വേണ്ടി ഞാൻ വേണുവിനെ കൊണ്ടൊരു പാട്ട് എഴുതിച്ചു. ആശ്രമ ചതുർയോഗം ഉപാസിച്ചു ഞാൻ, അങ്ങനെ ഒരു പാട്ട്. ആ പാട്ട് ഞാൻ അന്ന് പരിപാടിക്ക് പാടി. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു എന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ വേണു കൊണ്ടുവരുന്ന പാട്ടിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോഴും വലിയ ജോലിയും ഭാരങ്ങളും ഒന്നുമില്ലായിരിക്കുന്ന സമയത്തുണ്ട്. ആ പാട്ടിൽ ഞാൻ ഇങ്ങനെ ട്യൂൺ ചെയ്ത് എന്നിട്ട് കാസറ്റിലാക്കി, വെറുതെ കാസറ്റിലാക്കി വെച്ച് അങ്ങനെ വേണു കൊണ്ടുവരും, ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഞാൻ റെഗുലർ ഞാൻ മണ്ഡപത്തിലുള്ള ഒരു സ്വാമി അറിയാം, ഒരു സ്വാമിയുണ്ട്, കേശവസ്വാമി. അവിടെ ഒരു സുടി എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്, അവന് കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം ആ കാറിലാണ് ഇങ്ങനെ യാത്ര. അപ്പോൾ ഞാൻ കേശവസ്വാമി എടുത്ത് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഞാൻ ഒരു 5-6 പാട്ട് ചെയ്ത് വെച്ചൊക്കെയാണ്, അന്ന് ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ നമുക്ക് അവിടെ സ്വാമി എടുത്ത് പറഞ്ഞിട്ടേ ചെയ്യാവൂ, പറയാതെ ചെയ്തുകൂടാ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ മിക്കവാറും പൊയ്ക്കൊണ്ടിരിക്കില്ലേ, ആഴ്ചയ്ക്ക് ഒരിക്കൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വീണ്ടും അങ്ങനെ പറഞ്ഞു. ഒരു ദിവസം എന്തെങ്കിലും ചെയ്യുമോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് ചെയ്യാനുള്ള പിന്നെ പൈസയുടെ ഒരു പ്രശ്നമായി. നമ്മളൊക്കെ സാമ്പത്തികമായിട്ടാണ് വളരെ ബാക്കിൽ ഉള്ള ഒരു ടൈമായിരുന്നു. അപ്പോൾ അവിടെ വന്നിരിക്കുന്നവരെ 2-3 തയ്യാറായിരുന്നു, എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ അവിടെ വന്ന് ഭക്തർ, ആശ്രമ ബന്ധുക്കൾ 2-3 ചേർന്നാണ് സീഡ് ചെയ്തത്. അപ്പോൾ അത് സീഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊന്ന് പാടി തമ്മിൽ കേൾപ്പിക്കണം എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ, കേശവസ്വാമി പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ ഒരു കാസറ്റിൽ പാടി സ്വാമിക്കൊന്ന് കേൾപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പാട്ടുകൾ നന്നായിരിക്കണമെന്ന് അറിയണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഉള്ള ചിലവിൽ തന്നെ ഈ ഒരു കീബോർഡും ഒരു തബലയും മാത്രം വെച്ച് മൈക്ക് വെച്ച് പാടി കൊണ്ട് സ്വാമി കേൾപ്പിച്ചു. അത് വലിയ സംഭവമാണ്. കൊണ്ടുവന്ന് ടേപ്പ് റെക്കോർഡിലിട്ടിട്ട് പാട്ട് കേൾക്കില്ല. അവിടെയുള്ള എല്ലാവരും നന്നായിരുന്നു നോക്കി. എന്നിട്ട് പിന്നെ ഇത് വാങ്ങിച്ചു, ബാറ്ററി, ഇനി കറണ്ടിൻ്റെ കണക്ഷൻ വല്ലതും ആണെങ്കിലും അറിയാൻ വേണ്ടി ബാറ്ററി വാങ്ങിച്ചുകൊണ്ടിട്ടു. എന്നിട്ടും പാട്ട് കേട്ടില്ല. പിന്നെ ഞങ്ങളിങ്ങ് പോന്നു. പിന്നീട് വീണ്ടും പോയി ചോദിച്ചപ്പോൾ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നടക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാം കൂടെ സഹായിച്ച് അങ്ങനെ ചെയ്തതാണ്. അതായത് അങ്ങനെയാണ് സീറ്റ് ഇറക്കാൻ പറ്റിയത്. എനിക്ക് എൻ്റെ വർക്കുകളെല്ലാം ഫ്രീ എന്നുള്ള കവിഞ്ഞ് അതിനു വേണ്ടി എനിക്ക് എമൗണ്ട് ചിലവാക്കാൻ ഇല്ലായിരുന്നു. ആകെ ചിലവായത് ആദ്യം ഈ കാസറ്റിൽ ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു. അങ്ങനെയാണ് ആ CD-യുടെ കാര്യം നടന്നു വന്നത്. അപ്പോൾ ഈ ആശ്രമ ബന്ധുക്കൾ സഹായിച്ചില്ല എങ്കിൽ അത് അപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആശ്രമ ബന്ധുക്കളുടെ സഹായത്തോടെ അത് സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വേണു ശരിക്കും പറഞ്ഞാൽ വേണു നന്നായിട്ട് എഴുതും. പക്ഷെ വേണുവിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഈ ഫസ്റ്റ് ഞാൻ യുവനാഥം എന്ന് പറഞ്ഞ പത്രത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണ്ട്. അപ്പോൾ വേണു എഴുതാൻ തുടങ്ങുന്നതേ ഉള്ളൂ കൊണ്ടുവന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് കേരളകൗമുദിയിൽ പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞ പന്തി എഴുതാൻ തുടങ്ങി. ഈ സമയത്താണ് ആദ്യമായിട്ട് വേണുവിൻ്റെ ഒരു കവിത ഞങ്ങൾ കേരളകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അവൻ കൊച്ചിലെ തൊട്ട് വേണു ഇങ്ങനെ എഴുതുന്ന കാര്യത്തിൽ ഇങ്ങനെ എഴുതും, ഒരുപാട് എഴുതും, ആവശ്യമുള്ളതും ഇല്ലാത്തതും എഴുതിക്കൊണ്ടുവരും. ഇതെല്ലാം അന്നൊരു ശരിക്കും പറഞ്ഞാൽ മൊയിലായിരുന്നു ഞാൻ. എൻ്റെ അടുത്താണ് ഒന്ന് പാടി ക്യാപിക്കാൻ പറഞ്ഞത്. അപ്പം എനിക്ക് സംഗീതത്തെക്കുറിച്ച് ABCD അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ സാർ? എപ്പോഴും സാറിന് എന്ന് പറയണത് എനിക്ക് ABCD അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ നല്ല പാട്ട് ആസ്വദിക്കും. ഈ കൊച്ചിലോട്ട് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ സൗണ്ട് പാടാൻ അനുകൂലമായിട്ടുള്ളൊരു സൗണ്ടല്ല, ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുമില്ല. കാരണം അതിനൊക്കെ നല്ല കഴിവുള്ള ആളുകളെ ദൈവം സൃഷ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആവശ്യമില്ലാതെ അപശ്രുതി കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ആ കഴിവിനെ അവൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും മറ്റൊരാളിന് കൊടുത്തിരിക്കുന്ന കഴിവിൽ കയറി കൈവയ്ക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ എത്രയോ പേരെ കൊണ്ടുവന്ന് പാടിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളിവിടെ ഇരുന്ന് പാടുകയൊക്കെ ചെയ്യും. എം ജയചന്ദ്രൻ സാറും വരും. ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ നമ്മളെ മ്യൂസിക് ഡയറക്ടർ. ഞങ്ങൾ എൻ്റെ ഭഗവാന്റെ അടുത്ത് പല പ്രാവശ്യം എൻ്റെ കൂടെയാണ് വന്നിട്ടുണ്ടല്ലേ? ഇത്ര പ്രാവശ്യം ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. ഭഗവാന്റെ കൂടെ വരും. ഭഗവാൻ അത്ര ഭയങ്കര വിശ്വാസിയും ഭഗവാൻ അത്ര സംഗീതജ്ഞനായതുകൊണ്ട് സംഗീതത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ഇന്ന് സംസാരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കുറേ നേരം ഭഗവാന്റെ കാര്യം ഇതിനകത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഞാൻ പറഞ്ഞു അടുത്ത ആണെങ്കിലും ഒരു ഫംഗ്ഷന് വരണം, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ സഹോദരൻ എന്നാ വിളിക്കുകയുള്ളൂ. അത് വെച്ചാൽ അമ്മ ഞങ്ങൾ രണ്ടുപേരെയും പിള്ളേരെ അമ്മ ഞങ്ങൾ രണ്ടുപേരും നീ എൻ്റെ ഇളയ മോനാണ്, മൂത്ത മോൻ ജയനാരായണജിയാണെന്ന് പറഞ്ഞ് അത്ര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും എന്നെ സഹോദരാന്നേ വിളിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഗീതത്തിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് ഈ പാട്ട് അറിയാമെന്നുള്ളവരെ കൊണ്ട് പാടിച്ച് കേൾക്കും ഞാൻ. എൻ്റെ ഒരു ദൃശ്യയിലോ ഇവിടെ തന്നെ ഭജന എല്ലാ മാസവും ഒരു ഭജന ഞാൻ മുമ്പ് നടത്തുമായിരുന്നു. മാസത്തിൽ ഒരു ദിവസം ഒരു ഭജന ഇതിനകത്ത് അതങ്ങനെ അപ്പോൾ അമ്മമാരായിരിക്കും. ഇവിടെ പല പ്രധാനമായിട്ട് മാധവാശ്രമം ഇവിടെ ഒരു ആശ്രമമുണ്ട് ഈ തിരുമല തന്നെ. മാധവാശ്രമത്തിലെ കുറേ അമ്മമാരുണ്ട്. അവര് ഭജനയ്ക്ക് പോകും. അപ്പോൾ ഏതെങ്കിലും നമ്മൾ പൗർണമി ദിവസം ഞാൻ ഭജന വയ്ക്കും. പൗർണമി ദിവസം രാവിലെ അവർ ഭജന വെച്ച് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരുമായിട്ട് നല്ല സന്തോഷത്തോടെ കുറേ അമ്മമാർ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ അല്ലെങ്കിൽ ഭജന ഓരോ ഭജന നടത്തുന്ന ഓരോ ആൾക്കാർ വരും. അപ്പോൾ അങ്ങനെ ഞാൻ നടത്തും. ഇപ്പം സമയം കുറവുണ്ട്, കുറച്ച് ഉഴപ്പി പോകണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് സംഗീതം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഗീതം അത് ഈ ഭഗവാന്റെ അടുത്ത് നിന്ന് കേട്ട് കൊച്ചിലെ തൊട്ട് കേട്ട് സ്വാമി എപ്പോഴും സംഗീതത്തെ വളരെ ഇത് റെസ്പെക്റ്റ് ചെയ്യുകയും സംഗീതത്തെ വളരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. കൊച്ചുകുട്ടികൾ തന്നെ സംഗീതം പഠിക്കുക എന്ന് പറഞ്ഞാൽ സ്വാമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അതിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ സംഗീതം ഞാൻ പാടുമായിരുന്നു, നന്നായിട്ട് പാടുമായിരുന്നു, നല്ല അഭിപ്രായങ്ങളും എനിക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു. ഇതൊക്കെ ആണെങ്കിലും എനിക്ക് സംഗീതം എനിക്ക് നല്ല പാട്ടുകാരനാണ് എന്നുള്ള ഒരു അഹങ്കാരം എനിക്ക് അന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് ഞാൻ പാടിക്കൊണ്ടിരുന്നു. അതെ, എനിക്കറിയാം. ഒരു സമയത്ത് അപ്പോഴും വളരെ എല്ലായിടത്തും ചേട്ടന്റെ ഓരോ ഉത്സവ സമയത്ത് ചേട്ടന്റെ പ്രോഗ്രാം കാണുമായിരുന്നു. അതെ, മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഞാൻ പോകുന്ന ക്ഷേത്രങ്ങളും വളരെ കുറവാണ് ഒരു സമയത്ത്. അപ്പം ഈ മ്യൂസിക്കിൻ്റെ നമ്മളിങ്ങനെ ആയിരുന്നെങ്കിലും മ്യൂസിക് പഠിക്കുന്നു നന്നായിട്ട് പാടുന്നു എന്നുള്ള ഇതിൻ്റെ പവർ മനസ്സിലാക്കി തന്നത് ഭഗവാനാണ്. എന്താണ് എന്താണ് സംഗീതം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കേട്ട് വന്നപ്പോഴാണ് നമ്മളിൽ എന്താണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഇത് മനസ്സിലാക്കിയത്. അതൊക്കെ അതുപോലെ തന്നെ ഈ കുറേ കീർത്തനങ്ങൾ നമ്മളിങ്ങനെ പാടുന്ന പാട്ടുകൾ വരികൾ തിരുത്തുന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞ ഈ നഗമോ എന്ന് പറഞ്ഞൊരു കീർത്തനമുണ്ട്. നഗമോ അതിൽ നഗരാജ എന്നാണ് അത് നമ്മൾ പഠിച്ചു. നഗരാജ തമ്പുരാൻ സ്വാമിയാണ് പറഞ്ഞു തന്നത്. നഗരാജ അല്ല, ഖഗരാജ. പക്ഷിരാജന്റെ പുറത്തല്ലേ? അതെ, അതങ്ങനെയൊക്കെ കുറേ എല്ലാവരും പാടുന്നത് നഗരാജ. അതുപോലെ നഗരാജ എന്നാണ് പാടുന്നത്. ഇതിലെല്ലാത്തിലും ഓരോ രാഗത്തിനും ഓരോ വിധത്തിലുള്ള പവർ ഉണ്ടെന്ന് മനസ്സിലാക്കി തീർച്ച സമയം അപാര ജ്ഞാനസ്ഥനല്ലേ ഈ സംഗീതത്തിൽ. നമുക്ക് അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഇത്രയും വർഷം ഗാനഭൂഷണം കഴിഞ്ഞ് ഗാനപ്രവീണൻ കഴിഞ്ഞ് പിന്നെ പ്രൈവറ്റായിട്ട് പഠിച്ചു. ഇതൊക്കെ പഠിച്ചിട്ടും ഈ വിവരങ്ങളൊന്നും നമുക്ക് അതൊന്നും കിട്ടാത്ത അറിവുകളാണല്ലോ അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന എല്ലാം അങ്ങനെയാണ്. ഒരിടത്തും കിട്ടാത്ത ഒരു അറിവുകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നുള്ളതല്ല, നമ്മൾ ഈ സമയത്തും സംഗീതത്തിൽ മാത്രമല്ല നമ്മളെ നല്ല സ്ഥിതി കൂടി അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അവിടെ പോണ ആ സമയത്തൊക്കെ ഭയങ്കര ദാരിദ്ര്യമല്ല, ഒരു സെറ്റും ആവാത്ത ഒരു സമയത്താണ് അവിടെ ജീവിതത്തിൽ ഒരു മാനസികമായിട്ടും നമുക്ക് ഇന്നതാവണം എന്നുള്ളൊരു. അന്നേ എനിക്കൊരു പാട്ടുകാരാവണം എന്നുള്ള ചിന്ത അത് മാത്രമാണ് നടന്നിട്ടുള്ളത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചോദിക്കും ടീച്ചർമാർ അല്ലെങ്കിൽ സാർമാർ ചോദിക്കുമല്ലോ എന്താവണം. അന്നേ ഞാൻ പറഞ്ഞു ഒരു പാട്ടുകാരാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആയി അത് ഭാഗ്യം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും തന്ന് ആ സമയത്ത് തന്നെ നമുക്ക് മുമ്പോട്ട് ജീവിച്ചു പോകാനുള്ള വഴികൾ അദ്ദേഹം നമ്മുടെ നേരിട്ട് പറയില്ലല്ലോ. തീർച്ചയായിട്ടും ഒരിക്കലും പറയില്ല. എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ പറയും. എനിക്ക് ഇങ്ങനെ വിചാരിച്ചവരും ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ
ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ജീവിതങ്ങളൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെ പോണ്, പൈസയൊക്കെ മുട്ടുകയാണ് അല്ലേ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. കുഴപ്പമില്ല, അങ്ങനെ പോകണമെന്ന് പറയും. നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ട്യൂഷനൊന്നും പോകാത്തത്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഒരു കാര്യമാണ് ട്യൂഷൻ പഠിപ്പിക്കുന്നത്. പാട്ടുകാരനാണ്, പക്ഷേ പാട്ടെല്ലാം പഠിപ്പിക്കാനറിയാം, പക്ഷേ ട്യൂഷനേ പോകില്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ട്യൂഷന് പോകാൻ പതിവില്ല, എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, ഞാൻ ഇതുവരെ പഠിപ്പിക്കാനൊന്നും പോകണില്ല. പിന്നെ അടുത്തൊക്കെ വീട്ടിൻ്റെ അടുത്ത് ഏതെങ്കിലും കുട്ടികൾ വന്ന് എന്തെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ ട്യൂഷന് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് സ്വാമി തന്നെ, നമ്മളെ പട്ടാളസ്വാമി അറിയാം, പട്ടാളസ്വാമിയുടെ മോളാണ് തോന്നുന്നത്, നമ്മളെ തച്ചോട്ട് അവർ താമസിക്കുന്നത്. എൻ്റെ പറഞ്ഞു പോയി ആ കുട്ടിയെ പഠിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു, മോൻ്റെ മോളായിരുന്നു. ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അന്ന് BSc പഠിക്കായിരുന്നു ആ കുട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയി, അപ്പോൾ അവിടുന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ പോയതാണ്. അങ്ങനെ പോയി ആ കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കുറേ ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അന്ന് മുതൽ കുട്ടികൾ ഇങ്ങോട്ട് എന്നെ പഠിക്കാൻ ട്യൂഷന് കുട്ടികൾ വരാൻ തുടങ്ങിയെന്നുള്ളതാണ്. ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു, വിളിച്ച് ഈ ധാരാളം കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്രയും ട്യൂഷൻ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് ഇന്നും അത് ആ ഭഗവാൻ ആ ഒരു മാർഗം കാണിച്ചു തന്നതാണ്, മാർഗം തുറന്നു തന്നതാണ്. നമുക്ക് അങ്ങനെ പോയാൽ പോലെ ഈ പൈസ കിട്ടുമല്ലോ എന്ന് വെച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ പാടാൻ ശ്രുതിയിൽ പോലും പാടാത്ത പിള്ളേരെ പിടിച്ചിട്ട് ആ പൈസ കിട്ടുമല്ലോ എനിക്ക് എന്നുള്ള ഒരു ചിന്ത ഞാൻ ഇന്നുമില്ല അന്നുമില്ല. പോയി എന്നെ ഒരു പഠിപ്പിക്കാൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ട് ആ കുട്ടിയെ പാടിച്ചു നോക്കിയിട്ട് അത് രക്ഷപ്പെടും എന്ന് കണ്ടാൽ. ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ കച്ചേരി പാടാൻ ഞാൻ പഠിപ്പിച്ചത്, ഒരുപാട് കുട്ടികളുണ്ട്, നന്നായിട്ട് പാടുന്ന കുട്ടികളുണ്ട്. അപ്പം നമുക്ക് CD-യിലേക്ക് തന്നെ തിരിച്ചു വരാം. CD-യിൽ വരാം. അപ്പോൾ CD-യിലെ വരികൾ അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് പാടിയ കാലത്ത് ഭഗവാന്റെ ഇപ്പം തന്നെ പലരും വന്ന് പല പാട്ടുകൾ പാടിയെങ്കിലും അതൊക്കെ ചിലപ്പോൾ ചേട്ടൻ ട്യൂൺ ചെയ്ത പാട്ടുകളായിരിക്കും പലരും വന്ന് 2 വരികളെങ്കിലും പാടിയത്. അപ്പോൾ അത് കേൾക്കാനായിട്ട് ഭക്തർക്ക് വളരെ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലെ എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. കാരണം എല്ലാം വേണു എഴുതി തന്നെങ്കിൽ അതിൽ കുറേയൊക്കെ കാര്യങ്ങളുണ്ട്. നല്ല പിന്നെ വരികളൊക്കെ സത്യം ഞാൻ ഈ ചെറുതായിട്ട് എഴുതണ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ എഴുതുമായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ആരുടെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എഴുതും. അപ്പം വേണു കൊണ്ടുവരുന്ന സാധനത്തിന് നല്ല രീതിയിൽ തന്നെ ലിറിക്സ് ആക്കാൻ എന്നെ കൊണ്ട് പറ്റുമായിരുന്നു. അങ്ങനെ അപ്പോൾ വേണത് കൊണ്ട് വന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ടുണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൽ ദേവൻ്റെ തിരുമുമ്പിൽ ഞാനൊരു ചന്ദനത്തിരിയായി തീർന്നെങ്കിൽ അതിൽ നിന്നും ഭക്തിയാം ധൂമപടലങ്ങൾ ആ തിരുസന്നിധിയിൽ നിറഞ്ഞേനെ. ആ പാട്ട് ഞാൻ എഴുതിയതാണ്. അതുപോലെ വേറെ പാട്ടുകൾ മുഖമണ്ഡപം കണ്ട് തൊഴുതു കടന്നു ഞാൻ ദിവ്യമധ്യാത്മചിന്താലയത്തിൽ. ഈ 2 പാട്ട് ഞാൻ എഴുതിയായിരുന്നു. അത് ഞാൻ എഴുതിയാണെന്നുള്ളൊരു പബ്ലിസിറ്റി ഇല്ലായിരുന്നു. പിന്നെ അതിലൊരു മുരളി പണിക്കേണ്ട മോളെഴുതിയ അന്നമാണീശ്വരൻ മഞ്ജു എഴുതിയാണ്, മഞ്ജു ടീച്ചർ എഴുതിയത്. അത് ശരി, എനിക്കത് അറിയില്ലായിരുന്നു. ആ വരികൾ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും അത് എഴുതിയത് മഞ്ജു ടീച്ചറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ശരി. എൻ്റെ ടീച്ചർ ചാനലിൽ വരികയും ചെയ്തു, ഇവിടെ വന്നിരുന്നു. ഞാൻ കണ്ടില്ല. ചാനലിൽ വരികയും ചെയ്തു. പക്ഷെ മഞ്ജു ടീച്ചർ ആ വിഷയത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ഒരുപാട് പാട്ട് എഴുതി തന്നിട്ടുണ്ട്. ലളിതഗാനങ്ങൾ എനിക്ക് സ്കൂളിലേക്ക് വേണ്ടി കുറേ പാട്ടുകൾ മഞ്ജു ടീച്ചർ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എഴുതി തന്ന പാട്ടുകൾ കംപ്ലീറ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായി. അല്ല മിടിക്കാണ്. നന്നായിട്ട് ആ വരികൾ ഓർമ്മയുണ്ട്. അന്നമാണ് ഈശ്വരൻ എന്നുള്ള വരികൾ ഓർക്കില്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്. നല്ല വരികളായിരുന്നു. നല്ല വരികളായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ചെടുത്ത് പറയാനുള്ള നമ്മളെ ഈ സംഗീതത്തിനെ പറ്റി നമ്മൾ സംഗീതം പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു പാട്ട് പഠിക്കുന്നുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഈ എപ്പോഴും നമ്മൾ നല്ലൊരു പാട്ടാണെങ്കിൽ അതിങ്ങനെ നമ്മളെ മനസ്സിൽ പാടിക്കൂടുന്നുണ്ടാകും. സത്യം. പ്രത്യേകിച്ച് എടുത്ത് പറയത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഭഗവാൻ ഈ കണ്ട കുട്ടികളെല്ലാം പാട്ട് പഠിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് വിട്ടിട്ടുള്ളത്.
ഞാൻ അവിടെ കളിക്കാട്ട് ക്ലാസ് ഇട്ടിരിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ ആശ്രമത്തിൽ സ്വാമി പറഞ്ഞിട്ട് വന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്വാമി അവിടെ ഭജന തുടങ്ങിയത്. അതെ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നല്ല മനസ്സുണ്ടാവുമല്ലോ. ഇപ്പോൾ അത് ആ പടം ഒരു വല്ലാത്ത കണ്ടീഷനിലാണ്, ഭജനയൊന്നും നേരെ പോകുന്നില്ല. പിന്നെ നമ്മുടെ അവിടെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഗുരുപ്രസാദ് അപാരമായിട്ട് പാടുന്ന കുട്ടിയാണ്, അപാര കഴിവുള്ള കുട്ടി. ഗുരുപ്രസാദ്, മുരളിയുടെ അനിയ അമ്പി, ഇങ്ങനെ കുറേ വിഷ്ണു അങ്ങനെ കുറേ കുട്ടികൾ ആശ്രമ ബന്ധുക്കൾ നന്നായിട്ട് പാടുന്ന കുട്ടികളുണ്ട്. പ്രൊഫഷണൽ വോയിസ് ഉള്ള കുട്ടികളാണ് ഇതെല്ലാം. പക്ഷെ അവരൊന്നും അതിന് താല്പര്യം. ഇപ്പം വിഷ്ണു എപ്പോഴും പഠിക്കുന്നുണ്ടല്ലേ? വിഷ്ണുവിനെ ആഴ്ചയ്ക്കൊരിക്കൽ 15 ദിവസത്തിലൊരിക്കലൊക്കെ പക്ഷേ വിഷ്ണുവിനെ ചാൻസ് കിട്ടുന്നുണ്ട്, പഠിക്കാൻ കിട്ടണുള്ളൂ. ചെറിയൊരു ജോലിയൊക്കെ ആയിരുന്നു ബാംഗ്ലൂരിൽ. അപ്പോൾ സംഗീതം പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രധാനമായിട്ടൊന്നുള്ള ഒരു മൈൻഡ്, പിന്നെ നല്ല മൈൻഡാവും. അങ്ങനെ സംഗീതം ശുദ്ധമല്ലേ? പിന്നെ മനസ്സിനെ ശുദ്ധിപ്പെടുത്തും. തീർച്ചയായും അതിൻ്റെ ഏറ്റവും വലിയ സത്യം. ആ സംഗീതത്തിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ പവർ എന്തെന്ന് മനസ്സിലാക്കുന്നത് സ്വാമിയുണ്ട്. ഓരോ രാഗത്തിനും ഓരോ വിധത്തിലുള്ള പവറാണ് പറഞ്ഞത് സ്വാമി തന്നെയാണ്. നമ്മൾ പാട്ടുകാരാണ്, നമ്മൾ നന്നായിട്ട് പാടുമെന്നുള്ളതൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു പാട്ടുകാരാണ്. ആ ഒരു ചിന്ത അന്നും എനിക്കില്ലായിരുന്നു. ഒരുപാട് നാടകങ്ങൾക്കും പിന്നെ ബാലയ്ക്ക് ഒക്കെ ഞാൻ പാട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്, റീമ്യൂസിക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പം പിന്നെ ഏജ്ഡൊക്കെ ആയതിനു ശേഷം ഞാൻ കഴിയുന്നതും പിന്നെ ഈ ഹാർമോണിയം വായിക്കാൻ പോകും. അങ്ങനെ പാടാൻ വളരെ ഇപ്പം നല്ല പ്രായം കൂടെ നോക്കണ്ടേ. അപ്പം ആ ഒരു ക്വാളിറ്റി എന്തായാലും ഇനി ശ്വാസത്തിൻ്റെയൊക്കെ വിഷയങ്ങളൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെ പ്രോഗ്രാം ഉണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ മാസം അതിൻ്റെ മുമ്പത്തെ മാസമൊക്കെ ഒഴിവില്ലാതെ ഉണ്ടായിരുന്നു. ഈ മാസം ഇനി നാളെ മുതൽ 15-ാം തീയതി വരെയൊക്കെ എനിക്ക് പ്രോഗ്രാം ഉള്ളതായിരുന്നു. അപ്പോൾ നല്ല പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ. ശരിക്കും ഞാൻ ആ സമയത്ത് അവിടെ വന്നില്ലെങ്കിൽ ആ പാടെ നശിച്ചു പോവുകയുണ്ടായിരുന്നുള്ളൂ. തീർച്ചയായിട്ടും അതത്തെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവിടെ കൊണ്ടെത്തിച്ചത്. തീർച്ചയായിട്ടും കൊണ്ടെത്തിച്ചത് അതാണ്. അതായത് ഞാൻ അവിടെ എന്നെ വിളിച്ച് പാടാൻ പോകാൻ പറ്റാത്തതിന് ശേഷം 4 വർഷം എനിക്ക് പോകണമെന്നുള്ള മനസ്സുണ്ടായിരുന്നിട്ട് പോലും അവിടെ എത്താൻ പറ്റിയില്ല. പിന്നെ എന്നെ വിളിച്ചിട്ടേ എന്നെ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അതെ, അതാണ് പവർ എന്ന് പറഞ്ഞത്. പിന്നെ ഭഗവാന്റെ അടുത്ത് ആ ഒരു തിരുമുമ്പിൽ എത്തണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണം. അല്ലാതെ നമുക്ക് അത് നമ്മളെ കള്ളിക്കാട് തന്നെ ആ ആശ്രമത്തിൽ പോകാത്ത എത്രയോ പേരുണ്ട്. ചുറ്റുപാടിലും ആ സ്വാമിയെ കണ്ടിട്ടില്ലാത്ത എത്രയോ പേര്. അത് അവിടെ ചെല്ലാൻ വിധിയുള്ള ആളെ എത്തുള്ളൂ. അത് മാത്രമല്ല സാറേ, ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ജന്മസ്ഥലവും കൂടിയാണ് പോത്തങ്കോട്. അതെ, ഈ പോത്തങ്കോട് ഇപ്പോഴും സ്വാമിയെ കണ്ടിട്ടില്ലാത്ത എത്രയോ പേരുണ്ട്. കാരണം അവിടെ കയറാൻ പറ്റൂല, അവർക്ക് അവിടെ ആ ഏരിയയിൽ എത്താൻ പറ്റൂല. അതാണ് സ്വാമിയുടെ എവിടെയെല്ലാം ഉള്ള ആളുകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് അവിടെ വരുമ്പോ ഗൾഫ് നാടുകളിൽ അതാണ് ഞാൻ പറഞ്ഞ വിദേശ ജപ്പാനിൽ നിന്നൊക്കെ എന്തുമാത്രം ആളുകൾ വന്ന് ഭഗവാനെ കാണാൻ വന്നപ്പോൾ ഇങ്ങനെ വരുന്ന അദ്ദേഹത്തിനെ കാണാൻ വെളിപ്പുറത്തുള്ള ആൾക്കാർ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ആത്മാക്കളെ കാണാൻ തന്നെ ഒരു പുണ്യം വേണം, ഒരു സുഹൃതം വേണം, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഈ വേണു എഴുതിയ വരികളിൽ ഏതെങ്കിലും ചേട്ടൻ തന്നെ ട്യൂൺ ചെയ്ത അല്ലെങ്കിൽ ഇത് മ്യൂസിക് ചെയ്ത ഏതെങ്കിലും വരികൾ ഭക്തർക്ക് വേണ്ടി ഓർമ്മയിൽ? അപ്പോൾ ഈ പാട്ടുകളൊക്കെ എനിക്ക് എപ്പോഴും അന്നമാണീശ്വര അത് ഓർമ്മയുണ്ടായിരുന്നു. ആശ്രമ ചതുർയോഗം അത് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഞാൻ എഴുതി 2 വരികളായതുകൊണ്ട് അത് കറക്റ്റ് ഓർമ്മയുണ്ടായിരുന്നു. അന്നമാണീശ്വരൻ വളരെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുള്ള വരികളായിരുന്നു. അത് എഴുതിയ ആള് എനിക്കിപ്പോഴാണ് മനസ്സിലായെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ഭഗവാനെ സംബന്ധിച്ചുള്ളത് എന്ന് വെച്ചാൽ അവിടെ അന്നത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് ഭഗവാൻ പോയിട്ടുള്ളത്. ആര് ചെന്നാലും എന്തെങ്കിലും കൊടുക്കാതെ ഭഗവാൻ വിടത്തില്ല. 3 ആശ്രമങ്ങളിൽ അത് ആ ചിട്ടവട്ടം ഇപ്പോഴും അത് അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോത്തങ്കോട്ടാവഴും 3 നേരവും ആഹാരം, കള്ളിക്കാടാവട്ടും 3 നേരവും ആഹാരം, രാവിലെ ഉച്ചയ്ക്ക് രാത്രി 3 നേരവും അവിടെ വരുന്ന ആർക്കും അന്നമില്ലാതെ അവിടുന്ന് പോകേണ്ടി ഇല്ല. അപ്പോൾ ആ അന്നത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ആ പാട്ട്. ഈ പാട്ട് കേട്ട് 2-3 നല്ല പാട്ടുണ്ട് കേട്ടോ പിള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 2-3 നല്ലതുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അദ്ദേഹത്തിന് രാഗങ്ങളെ പറ്റിയൊക്കെ നല്ല രാഗങ്ങളെല്ലാം ഓരോ മൂർത്തികളാണെന്നാണ് ഭാവം പറയുന്നത്. നമുക്ക് ശരിക്കും അദ്ദേഹത്തിന് മുമ്പ് വരിക്കാൻ എനിക്ക് ഒരു പേടിയായിരുന്നു. ശരിക്കും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ
പറഞ്ഞിട്ട് എനിക്ക് അനുഭവമാണ്. മനസ്സിൽ വിചാരിച്ച കാര്യം എൻ്റെ അടുത്ത് മനസ്സ് അതല്ലേ ഞാൻ പറഞ്ഞത്. അദ്ദേഹം മനോവേഗത്തിൽ സഞ്ചരിക്കുകയും മനസ്സിൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ്. ചിന്തിക്കുന്ന കറക്റ്റ്. അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം പോയി സ്വാമിയിലൂടെ പറയണ്ട, നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. അതിന് ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഈ ദൂരയാത്രകൾ, അതായത് വിദേശയാത്ര, അമേരിക്ക എവിടെയെങ്കിലുമൊക്കെ പോണ സമയത്ത് ഭഗവാന്റെ പാദത്തിൽപ്പെട്ട് തൊഴുതിട്ട് പോകും. എനിക്ക് ധൈര്യമില്ല. ധൈര്യത്തിന് വേണ്ടി സ്വാമിയുടെ പാദത്തിലൊക്കെ തൊട്ട് തൊഴുതിട്ട് പോകുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. അമേരിക്കയിലൊക്കെ പോകാൻ പറ്റുന്ന ദിവസം ഇനിയിപ്പോൾ വേറെ രാജ്യങ്ങളിൽ പോകല്ലേ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ തൊട്ട് തൊഴുന്നതായിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു. എന്ത് പിള്ളേ പതിവില്ലാതെ ഇന്ന് പിള്ളേരുടെ പാദത്തിലൊക്കെ തൊട്ട് തൊഴുന്നത് ചോദിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഭഗവാന്റെ പാദത്തിൽ തൊട്ട് തൊഴുതില്ല. ഞാൻ ഇങ്ങനെ മനസ്സിൽ ഭഗവാന്റെ പാദത്തിൽ എനിക്കെന്ന് പെട്ടെന്ന് അങ്ങ് തോന്നി ഭഗവാന്റെ പാദത്തിൽ തൊട്ട് തൊഴണമെന്ന്. പക്ഷേ തൊഴാനായിട്ട് ഒരു കാര്യമില്ലാതെ ഭഗവാന്റെ പാദത്തിൽ തൊട്ട് തൊഴുതിട്ടില്ല. എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ ഞാൻ തൊട്ട് തൊഴുതിട്ടേ പോവുള്ളൂ, അവസാനം വരെ. എല്ലാവരെയും തൊട്ട് തൊഴാൻ സമ്മതിച്ചില്ല, ആരെയും തൊട്ട് തൊഴാൻ സമ്മതിക്കത്തില്ല. ഞാൻ എന്ത് സുപ്രധാനമായ കാര്യത്തിന് പോയാലും അവസാന സമയം വരെയും ഞാൻ ഭഗവാന്റെ പാദത്തിൽ തൊഴുതിട്ടേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ചുമ്മാ നിന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിൽ വന്ന് ഭഗവാന്റെ പാദത്തിൽ തൊട്ട് തൊഴുന്നതായിട്ട് എനിക്കിങ്ങനെ കണ്ട്. അപ്പോഴാണ് എൻ്റെ ചോദിക്കുന്നത്, എന്ത് പിള്ളേ പതിവില്ലാത്ത എൻ്റെ കാലിലൊക്കെ തൊട്ട് തൊഴണമെന്ന്. അപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. അറിയാതെ നിന്ന് ഞാനിങ്ങനെ പതറിപ്പോയി. മറുപടി എനിക്ക് പെട്ടെന്നങ്ങ് തോന്നി. ഞാൻ ആ മനസ്സുകൊണ്ട് വിചാരിച്ചോടനെ തന്നെ ഭഗവാൻ പറയണം, ഇതാണ് ഭഗവാൻ. അതാണ് ഓരോ ഭക്തര് അവിടെ വന്ന് എന്ത് ചിന്തിക്കുന്നുവോ അത് ഗ്രഹിച്ചിട്ട് അതിനാണ് മറുപടി കൊടുക്കുന്നത്. ഈ ഒരു വ്യാധിയിൽ ഇരിക്കുന്ന 10 പേര് ഇരിക്കുകയാണെങ്കിൽ 10 പേര് എന്തെന്ന് ചിന്തിച്ചോ അതിനാണ് മറുപടി ആയിട്ട് ഭഗവാൻ കൊടുക്കുന്നത്. ഇതിൽ ഭഗവാൻ പറഞ്ഞ ഓരോന്നും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വ്യക്തിയുടെ ഉത്തരവാണ്, അവരെ ചോദ്യത്തിനുള്ള ഉത്തരവാണ്, അവരെ മനസ്സിലുള്ള ആശങ്കയ്ക്ക് അകറ്റുന്നതാണ്. ഇതാണ് ഭഗവാന്റെ. അതുകൊണ്ടാണ് ഒരാൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ചിലപ്പോൾ സ്വാമി പറയാം, എനിക്ക് കാണണ്ട കേട്ടോ, അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടിരിക്കേ. അങ്ങനെയുണ്ട്. എന്തുകൊണ്ട് ആ വരുന്നവൻ എന്താണ് ചിന്തിച്ചുകൊണ്ട് വരുന്നെന്ന് ഇവിടെ നേരത്തെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ ചിന്തയ്ക്ക് അനുസരിച്ചിട്ടുള്ള സ്ഥലമല്ല ഇവിടം. അതുകൊണ്ട് അത് ഇവിടെ വേണ്ട, അതുകൊണ്ട് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ ഇവിടെ എത്രയും വരും. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞ ആളുടെ അവരുടെ തൊഴുതിട്ട് പോകാൻ പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ അതാണ് ഭഗവാൻ. കാരണം ഇപ്പോൾ അന്ന് മനസ്സ് നമ്മൾ വേഗത്തിൽ ഭഗവാൻ മനസ്സിലാക്കും. ഇന്ന് ഭഗവാൻ മനോവേഗത്തിൽ എത്തും. രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അന്ന് ശരീരത്തിൽ ഭഗവാൻ ശരീരം എടുത്ത് ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നമ്മളിങ്ങനെ പറഞ്ഞാൽ ഭഗവാൻ ഉടനെ പ്രതികരിക്കുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴുള്ള അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഭഗവാൻ മനോവേഗത്തിലെത്തും. അന്ന് മനസ്സിൻ്റെ വേഗത മനസ്സിലാക്കി അവർ ചിന്തിക്കുമ്പോൾ നമ്മളടുത്തെത്തും. പക്ഷേ അന്ന് ശരീരം ഉള്ളതുകൊണ്ട് കാണുന്നു, ഇന്ന് ശരീരം അല്ലാതെ കാണില്ല. കാരണം നമുക്ക് കാണാനുള്ള കണ്ണില്ല. നമ്മളെ നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന അവസ്ഥയല്ല ഇന്ന് ഭഗവാന്റെ. ആ അവസ്ഥയിൽ ഇന്ന് അതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തി ആർജിച്ചിരിക്കുകയാണ്. ഇത് ഇന്ന് നിൽക്കുന്ന ഭക്തരോ നമ്മളെ ആശ്രമ വിശ്വാസികളോ അറിയുന്നില്ല ഇന്നത്തെ പവർ എന്താണെന്ന്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്വാമിയുടെ അടുത്ത് പോയിരുന്നു, അന്ന് ഇതൊക്കെ പറഞ്ഞു, ഇന്ന് സ്വാമി ഉണ്ടായിരുന്നെങ്കിൽ പോയി പറയാമായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ ജീവസമാധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയത്ത് അത്രയും പവർഫുൾ ആയിട്ടിരിക്കുകയാണ്. ചെന്ന് എന്ത് പറഞ്ഞോ പണ്ടത്തിനേക്കാൾ അതിവേഗത്തിലാണ്. അതിന് ഉദാഹരണം സാർ, ഞാൻ ഇപ്പോൾ നമ്മളെ ഈ ചാനൽ കണ്ടിട്ട് ഗൾഫ് കൺട്രീസിൽ നിന്ന്, ഇപ്പോൾ UK നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. പുള്ളി എത്രയോ കാലങ്ങളായിട്ട് പുള്ളിക്കൊരു ശാരീരിക അസ്വസ്ഥത, നടുവേദന. പുള്ളിക്ക് ഓഫീസിലിരുന്ന് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്ക് അവിടെ ജോലി വിട്ടിട്ട് വരാനുള്ള സാഹചര്യമല്ല. നാട്ടിൽ വന്നാലും പുള്ളി സേഫായില്ല. എനിക്കൊരു 1 ലക്ഷം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യാദൃച്ഛ്യമായിട്ട്, ഭഗവാനെ കണ്ടിട്ടൊന്നുമില്ല, യാദൃച്ഛ്യമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പം ഇങ്ങനെ ചിന്താലയ ഒരു വിഷ്വൽ മീഡിയ കണ്ട്. അങ്ങനെ പുള്ളി ഇതിനെ കുറേ എപ്പിസോഡുകൾ ഈ അടുത്ത കാലത്താണ് ഇതിപ്പോ നമ്മളിത് 2 വർഷമല്ല, ഇപ്പൊ ഇതൊന്നും 3 മാസമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കുറേ എപ്പിസോഡുകൾ പുള്ളി ഇങ്ങനെ സമയം കിട്ടുന്ന സമയത്ത് കണ്ട് പുള്ളിക്ക് അങ്ങ് ഭയങ്കര ഒരു ഇതായി.
എന്നാലും ഒരു ഭക്തി വന്നു, ഭക്തി അങ്ങ് വന്നു, പെട്ടെന്ന് മനസ്സിൽ ഭക്തി വന്നിട്ട് ഭഗവാന്റെ ഒരു എന്താ ഈ ഇതിൽ നിന്ന് പിക്ചർ എടുത്ത് മൊബൈലിലിട്ടു. മൊബൈലിൽ പിക്ചർ ഇട്ടിട്ട് ആ പിക്ചർ നോക്കിയിരുന്ന് ഒരു ശകലം പ്രാർത്ഥിക്കാനായിട്ട്. പുള്ളിക്ക് തറയിൽ ഇരിക്കാൻ പറ്റൂല, പുള്ളിക്ക് തറയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഈ ചെയർ വിട്ട് താഴെ ഇരിക്കാൻ പറ്റത്തില്ല, ഈ നടുവിൻ്റെ പ്രോബ്ലം കൊണ്ട്. ആ തറയിൽ തന്നെ കുറച്ച് നേരം നമ്മൾ കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്താൽ ഒരു അരമണിക്കൂർ ഇരുന്നാൽ പുള്ളി എണീറ്റ് കുറച്ചുകൂടെ നടന്നിട്ട് വന്നേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജോലിയിൽ പ്രോബ്ലം ആയിട്ടിരിക്കുന്ന സമയം പുള്ളി ഭഗവാനെ ഇരുന്ന് ഈ ഇത് നോക്കിയിരുന്ന് പ്രാർത്ഥിച്ച പുള്ളി തറയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ പുള്ളി എന്നെ വിളിച്ചു വന്നു വെച്ചാൽ ഒരു ചികിത്സ ചെയ്തിട്ടില്ല, പുള്ളിയുടെ നടുവേദന കംപ്ലീറ്റ് മാറി. ആ നടുവിന് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് അറിഞ്ഞൂടാ, ശരിക്കും വിശ്വസിച്ചു. അതാണ് ഞാൻ പറയാം, ആ വിശ്വസിച്ചപ്പോൾ ഭഗവാൻ അവിടെ എത്തി, അവിടെ എത്തി. അതാണ് സ്വാമിക്ക് ഒരു സമയം സ്വാമി ആ സെക്കൻഡിൽ അവിടെ എത്തും. അത് പണ്ടും അങ്ങനെയാണ്. ഒരു ഭക്തൻ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഭഗവാൻ അവിടെ ഇരിക്കൂല, ഭഗവാൻ അവിടെ ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ സ്വസ്ഥ പെട്ടെന്ന് അങ്ങ് പോകും. ഇപ്പൊ അവിടെ അങ്ങ് എത്തി, കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നെ തന്നെ വിളിച്ച് പറഞ്ഞു, സാറേ ഞാൻ നാട്ടിൽ ഇനി ഓണത്തിന് ഞാൻ വരത്തുള്ളൂ, വരണ സമയത്ത് എനിക്ക് ഭഗവാന്റെ അവിടെ ദർശനം ചെയ്യണം, എനിക്ക് അവിടെ ഒരു ദിവസം നിൽക്കാനുള്ള അനുവാദം തരുമോ, എനിക്ക് ഒരു ദിവസമെങ്കിലും അവിടെ നിന്ന് ഭഗവാന്റെ എല്ലാ പൂജയും പങ്കെടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ വളരെ പറഞ്ഞു, അവിടെ ഇങ്ങനെ ആദ്യമായിട്ട് വരുന്ന ഒരാളിനൊന്നും അവിടെ നിൽക്കാനുള്ള അനുവാദം അത് ട്രസ്റ്റൊക്കെ തന്നാലേ പറ്റുള്ളൂ. അതിൽ സാധാരണ അവിടെ ഉള്ളവർക്കൊന്നും ഒരാളിനെ നിങ്ങൾക്ക് വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി വരെ ഇരിക്കാനുള്ള അനുവാദവും അവിടെ തരും. പക്ഷെ അവിടെ കിടക്കണമെങ്കിൽ രാത്രി അസമയത്ത് അവിടെ കിടക്കണമെങ്കിൽ അത് ആദ്യമായിട്ട് വരുന്ന ഒരാളിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. എന്തായാലും നിങ്ങൾ വന്ന് ഭഗവാന്റെ സമാധി ദർശിക്കാനും അല്ലെങ്കിൽ ഭഗവാന്റെ 3 ആശ്രമങ്ങൾ ദർശനം ചെയ്യാനും ഒക്കെ ഉള്ള അവസരം എല്ലാം ഞാൻ ഉണ്ടാക്കി തരാം. അവിടെ വന്ന് നിങ്ങൾക്ക് അവിടുത്തെ എന്തൊക്കെ പൂജയിൽ പങ്കെടുക്കാനും എല്ലാം അവസരം ഉണ്ടാക്കി തരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ലണ്ടനിൽ ഇരുന്ന ഒരാളിൻ്റെ ഇത്രയും കാലമായിട്ട് പുള്ളി അനുഭവിച്ചുകൊണ്ടിരുന്ന 12 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വേദന ഒരു മരുന്നുമില്ല, വേദനയായിരുന്നു. തീരാത്ത വേദന. എന്തെല്ലാം ചെയ്തു, ഇവിടെ വന്ന് ആയുർവേദം ചെയ്തു, നാട്ടിൽ വന്ന് ആയുർവേദം ചെയ്തു, ചെയ്യാത്ത ഒന്നുമില്ല. ഡോക്ടർമാർ പറഞ്ഞു ഇനി സർജറി മാത്രമേ ഉള്ളൂ. സർജറി ചെയ്താൽ ഈ 42 വയസ്സുള്ളവൻ സർജറി ചെയ്ത് എത്ര കാലം ജീവിക്കും? അപ്പോൾ പുള്ളിക്ക് അത് ചെയ്യാൻ പേടിയും. ആ ആളിനാണ് വേദനയിൽ തറയിലിരുന്ന് ആള് ചമ്മടം പറഞ്ഞ് തറയിലിരുന്ന് മണിക്കൂറോളം ജപിക്ക് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അതാണ് ഈശ്വരൻ്റെ കളി. കാരണം അതിവേഗത്തിലാണ്. പൊട്ടാസ്യം സയനൈഡ് പോലും ഇത്രയും പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവില്ല, അത്ര ശക്തമാണ്. ഇത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ അത് അറിയാൻ വേണ്ടി ആരും ശ്രമിക്കുന്നില്ല സാർ. അതിൽ ശ്രമിക്കാത്തൊരു കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഈ ഉള്ള സുഖത്തിനെ മാത്രം കാണുന്നവരാണ്. ഈ രാഷ്ട്രീയക്കാരെ പോലെ അപ്പം കിട്ടുന്നവരെ അച്ഛന്ന് വിളിച്ച് പോകുന്ന രീതിയിലേക്ക് ഈ മാറുന്നവരാണ് ഇപ്പോൾ ഭക്തിമാർഗവും. ഭക്തിമാർഗം നമ്മൾ ചെല്ലുമ്പോൾ ഉടനെ എന്താണ് എടുത്ത് അവിടെ വെച്ചിക്കണോ അതിനെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോണവരാണ്. ആ ചിന്താഗതിയാണ് എല്ലാവരും. ആ ചിന്താഗതി ഇപ്പം തന്നെ എല്ലാവരും പഠിക്കുക, എല്ലാവർക്കും യോഗ പഠിക്കണം, എല്ലാവർക്കും മെഡിറ്റേഷൻ പഠിക്കണം, എല്ലാം ഇപ്പം പഠിക്കുന്ന ഏത് വഴിയാണ്? ഇപ്പോൾ മറ്റേ യൂട്യൂബ് വഴി മാധ്യമങ്ങൾ വഴിയാണ് പഠിക്കുന്നത്. എത്ര ഇപ്പൊ സംഗീതം പഠിക്കുന്നവർ വരെ പിന്നെ പഠിക്കുന്ന ഇതാണ്, ഓരോ പാഠങ്ങളായിട്ട് അതെ എഴുതി വെച്ച് പഠിക്കണം. എൻ്റെ കൂടെ തന്നെ പലരും സാറ് ക്ലാസ് എടുക്കുന്നുണ്ടോ, ഇപ്പം അസ്ട്രോളജി പഠിപ്പിക്കുന്നുണ്ടോ, എനിക്ക് ഓൺലൈൻ പഠിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. ഈ ഗുരുമുഖത്തൊക്കെ ഓൺലൈൻ പഠിച്ചിട്ട് എന്ത്? അതാണ് ഞാൻ പറഞ്ഞത്, ഒരാളിനെ തടവണതൊക്കെ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യം തടവിയാലേ. അപ്പം ഞാൻ പറഞ്ഞു ഗുരുമുഖത്തിൽ നിന്ന് ജ്യോതിഷ പ്രശ്നമാർഗം ചിന്തിക്കേണ്ട, അല്ലാതെ നമുക്ക് ജാതകം വായിക്കണതോ മറ്റതോ ഒക്കെ പഠിക്കാം. ഗുരുമുഖത്തിൽ ഇരുന്ന് പ്രശ്നം വച്ച് ഉപാസനമൂർത്തിയെ ഉപാസിച്ചുകൊണ്ട് പ്രശ്നം വയ്ക്കേണ്ട പ്രശ്നങ്ങൾ ഓൺലൈനിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ പഠിപ്പിക്കാനും അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ പഠിച്ചിട്ട് വരണവരോ ഇപ്പോൾ ഈ ഓൺലൈൻ പഠിച്ചിട്ട് വരണത് നല്ല ഓൺലൈൻ നീന്തൽ പഠിച്ചിട്ട് നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഇറങ്ങും പോലെ ഇരിക്കും. നല്ല ഓൺലൈനിൽ നീന്തൽ പഠിച്ചിട്ട് എന്ത് ചെയ്യണം സാർ? നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഇറങ്ങി പോകും. അപ്പോൾ അതേപോലെ ഇരിക്കും. സംഗീതമായാലും എന്ത് പഠിച്ചിട്ടായാലും ചെന്ന് ഇറങ്ങി കൊടുത്താൽ മതി. അപ്പോൾ ആളുകളെല്ലാം ഇപ്പോൾ എല്ലാം ഷോർട്ട് ആർക്കും മെനക്കെടാൻ വയ്യ. എല്ലാം ഇപ്പം എന്താ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാം ലോകത്തിരുന്ന് എവിടെ ഇരുന്നും പഠിക്കാം എന്നുള്ള ഒരു മാർക്കറ്റായി മാറി. അങ്ങനെയുണ്ട്. അത് ചെറിയ ബാക്കി വിദ്യകളൊക്കെ പഠിക്കാം,
വിദ്യകളും അതിൻ്റെതായ കുറവുകളുണ്ടാവും കേട്ടോ. 100%. 100%. ഒരു ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കുന്നതിൻ്റെ ഒരു 50% പോലും കിട്ടൂല, ഒരിക്കലും കിട്ടൂല. ഗുരുത്വം ഇല്ലാതെ ഇതൊക്കെ ദൈവീയ വിദ്യകളാണ്. സംഗീതമാവട്ടെ, അല്ലെങ്കിൽ ജ്യോതിഷമാവട്ടെ, വൈദ്യമാവട്ടെ, ഇതൊക്കെ ദൈവീയ വിദ്യകളാണ്. അതിന് ഗുരു സാന്നിധ്യത്തിനാണ് പ്രാധാന്യം, ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് പ്രാധാന്യമുണ്ട്. അല്ലാതെ നമുക്ക് കുറച്ച് അറിവ് നേടാൻ വേണ്ടി പുസ്തകം വായിച്ചാൽ കിട്ടും. പുസ്തകജ്ഞാനവും മസ്തകജ്ഞാനവും ഉണ്ട്. മസ്തകജ്ഞാനം വരണമെങ്കിൽ ഗുരു വേണം, പുസ്തകജ്ഞാനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ വഴിയിലൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ട് പോകുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ചേട്ടനെ പോലെ ഒരു സംഗീതജ്ഞൻ ഇത്രയും പാരമ്പര്യമുള്ള, അതായത് ഞാൻ എൻ്റെ കൊച്ചുനാൾ തൊട്ട് കേൾക്കുന്ന പേരാണ് പ്രഭാരൻ നായർ. എന്നുവെച്ചാൽ അന്ന് ഞങ്ങളൊക്കെ ഉത്സവം കാണാൻ പോകുന്ന ഏത് ക്ഷേത്രങ്ങളായാലും അതിൽ ആ ഉത്സവ നോട്ടീസിൽ ചേട്ടൻ്റെ പേരില്ലാത്ത ഒരു നോട്ടീസ് കാണുന്നില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത്രയും കാലം ഒരു 85 വരെയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ക്ഷേത്രത്തിലും. അപ്പോൾ അന്ന് ചേട്ടനൊക്കെ അത്ര ഡിമാൻഡ് ആയിരുന്നിട്ടുണ്ടാവും. ഒരു ദിവസം പോലും ഒഴിവുള്ള ദിവസം കാണില്ല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ ഫുള്ള് ആയിപ്പോയിട്ടുള്ള എല്ലാ ദിവസവും 90 ദിവസവും ചിലപ്പം ഉത്സവമായിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈശ്വരൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രായമായിട്ടും എനിക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാമാണ്. മനസ്സിലായി, ഇഷ്ടം പോലെ. ഇപ്പം പിന്നെ ഒരുപാട് പിന്നെ ഞാൻ പാടാൻ മാത്രമല്ല ഇപ്പൊ പോണത് ഈ ഹാർമോണി വായിക്കാൻ പോകണം, പാടാൻ പോകണം. അല്ല, പാടുന്ന കാര്യമല്ല, ഇപ്പൊ പാടിന് വേണ്ട നേതൃത്വം കൊടുത്താൽ മതി. ഇപ്പൊ നല്ല ശിഷ്യന്മാരെ കുട്ടികൾ തന്നെ ഇഷ്ടമാതിരി സമ്പത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. തീർച്ചയായും അത്രയ്ക്കുള്ള വിദ്യ തന്നെ അതിന് സംശയം. ഞാൻ ഒന്നുമില്ലായ്മയെന്നാണ് ഞാൻ എല്ലാം ആയത്. കാരണം വിദ്യ എൻ്റെ 100%. ഏറ്റവും കൂടുതൽ അത്രയും കുട്ടികളെ അറിവ് പകർന്നവർക്ക് ഇത്രയും കുട്ടികളെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്ന അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് സമ്പത്തുണ്ട്, ആളുണ്ട്, അതാണ് സമ്പത്ത്. അല്ലാതെ അവിടെ കുറച്ച് പൈസ ഉണ്ടായിരുന്ന ബാങ്കിൽ അക്കൗണ്ടിൽ കുറെ പൈസ എടുക്കണം എന്ന് പറഞ്ഞാൽ പോലെ അത് സെക്കൻഡ്. അത് വലിയ സമ്പത്താണ് ഉണ്ടാക്കിയത്. അതിന് ഭഗവാന്റെ അനുഗ്രഹം, വലിയ അനുഗ്രഹം തന്നെയാണ് കിട്ടിയത്. അതിന് ഭഗവാൻ വഴിതിരിച്ച് വിട്ടത്, നേരെ വഴി മാറ്റി വിട്ടത്, ട്യൂഷൻ എടുക്കാൻ പറഞ്ഞത്. താല്പര്യമില്ലായിരുന്ന ആളിനെ ആ വഴിയിലേക്ക് അത് ഭഗവാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല താല്പര്യമായി. കുട്ടികൾ പാടുന്ന കേൾക്കുമ്പോഴും നോക്കി പിന്നെ നമ്മളെ സംഗീതം അവരിലൂടെ പുറത്തു വരെയല്ലേ, നമ്മളെ അറിവ് അവരിലൂടെ വരെയല്ലേ. അപ്പൊ അത് വലിയ ഭാഗ്യം തന്നെയാണ്. ഇപ്പൊ തന്നെ നമ്മളെ ചെമ്പൈ സംഗീത സഭയുടെ പരിപാടിക്ക് എൻ്റെ ഒരു കുട്ടിക്ക് പാടാൻ പറ്റി. നമ്മൾ നന്നായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾ, ഞാൻ പോയിരുന്നു, അപ്പോൾ ആ കുട്ടികളുടെ കൂടെയെങ്കിലും നമുക്ക് ആ വേദിയിൽ ഭാഗ്യമാണ്. ആ ചെമ്പൈ ആ സ്റ്റേജിലോട്ട് കയറാൻ പറ്റത്തില്ല. ചെമ്പൈ സംഗീതോത്സവം എന്ന് പറയണ അത് മഹാ എന്താ പറയും സംഗീതജ്ഞന്മാര്, ഏറ്റവും ഭാരതത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞന്മാര് മൈലക്കരയുള്ള കുട്ടിയാണ്. അത് ശരി. പ്രദീപ് എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട് അവിടെ, ഭദ്ര എന്ന് പറയും കുട്ടി. നമ്മുടെ ചിന്താലയത്തിലെ കുട്ടിയായിരുന്നു. ഇപ്പോൾ അവാർഡ് ഹൈസ്കൂളിൽ ഇപ്പോൾ 10 എഴുതിക്കാനുള്ള കുഞ്ഞുകുട്ടിയാണ്. മനസ്സിലായി. അപ്പോൾ സ്റ്റേറ്റ് സിലബസിലേക്ക് പോയി. സ്റ്റേറ്റ് സിലബസിലോട്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഈ 15-ാം വയസ്സിൽ ചെമ്പൈ ആ വേദിയിലോട്ട് കയറാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹം തന്നെ, ഭഗവാന്റെ അപാരമായ ഭാഗ്യമുള്ള അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇത്രയും സമയം ചേട്ടൻ വന്ന് ചാനലിൽ വന്ന് അതിൽ ഉപരി ഭഗവാനെ കുറിച്ച് ഒരു എന്താ പറയും ഒരു CD ഇറക്കുക. അത് ഇന്ന് എല്ലാവരും, അതായത് പല ഭക്തന്മാരുടെയും മൊബൈലിലും എല്ലാം റിംഗ് ടോണായിട്ടും എല്ലാം കേട്ടോണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പോൾ ചേട്ടന് ഇത്ര സമയം വരികയും ഇനിയും ഒരുപാട് കാലം കുട്ടികൾക്ക് സംഗീതം പഠിപ്പിക്കാനുള്ള ശക്തി ചിന്താലേശം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.